2023 നവംബർ മാസം 15 കുംഭകോണം തഞ്ചാവൂർ. കുംഭകോണത്തെ മണൽമേട് എന്ന ഗ്രാമത്തിൽ 25 വയസ്സുള്ള അശോക് രാജ് തന്റെ മുത്തശ്ശിയോടൊപ്പമാണ് താമസിക്കുന്നത്. ചെന്നൈയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അശോക് രാജ് ദീപാവലിക്ക് നാട്ടിലെത്തി. ദീപാവലി കഴിഞ്ഞ ശേഷം നവംബർ 13 ചിദംബരത്തെ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ചെന്നൈയിലേക്ക് പോകും. അമ്മൂമ്മയോട് ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും അവൻ ഇറങ്ങി. അവൻ ചെന്നൈയിൽ എത്തിയോ ഇല്ലയോ എന്നറിയാനായി മുത്തശ്ശിയായ പത്മിനി അവന്റെ നമ്പറിൽ വിളിച്ചു. പക്ഷേ അശോക് രാജിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിനാൽ അവന്റെ ഫോൺ ചാർജ് തീർന്നിരിക്കാം എന്ന് കരുതി പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു. അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. ചാർജിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് കരുതി അത് കാര്യമാക്കിയില്ല. എന്നാൽ അടുത്ത ദിവസവും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ അശോക് രാജിന് എന്ത് സംഭവിച്ചുവെന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും അവർ അറിഞ്ഞത്. ഇത് പോലീസിനെ മാത്രമല്ല, കുംഭകോണത്തെ മുഴുവൻ ആളുകളെയും മരവിപ്പിച്ചു. ഇത്രയും ക്രൂരമായി ഒരാൾ കൊലപാതകങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാം ഭയപ്പെട്ടത്. അങ്ങനെ വീട് വിട്ടിറങ്ങിയതിനു ശേഷം അശോക് രാജിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. ദീപാവലിക്ക് വീട്ടിൽ വന്ന് വീണ്ടും ചെന്നൈയിലേക്ക് പോയ അശോക് രാജ് ചെന്നൈയിൽ എത്തിയോ എന്നറിയാനായി മുത്തശ്ശിയായ പത്മിനി അവനെ വിളിച്ചു. പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അടുത്ത ദിവസവും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ മുത്തശ്ശി ചെന്നൈയിലുള്ള അവന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. അശോക് അവിടെ വന്നോ എന്ന് ചോദിച്ചു. പക്ഷേ അവൻ അവിടെ വന്നില്ല എന്ന് കൂട്ടുകാർ പറഞ്ഞു. പിന്നെ അവൻ എവിടെ പോയിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചപ്പോൾ ഒരു സിദ്ധ ഡോക്ടറുടെ പക്കൽ നിന്നും അവൻ ചികിത്സ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം പെട്ടെന്ന് മുത്തശ്ശി ഓർത്തു. അങ്ങനെ മുത്തശ്ശി അവിടെ പോയി ചോദിച്ചപ്പോൾ അശോക് അവിടെ വന്നു എന്ന് ആ സിദ്ധ ഡോക്ടർ പറഞ്ഞു. പക്ഷെ വന്ന ഉടനെ തന്നെ അവൻ തിരികെ പോയി എന്നും പറഞ്ഞു. സിദ്ധ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന അശോകന്റെ മുത്തശ്ശി അവനെ കാണാതായ വിവരം ബന്ധുക്കളെ എല്ലാം അറിയിച്ചു. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ നവംബർ മാസം 15 പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അശോകിനെ കാണാതായി എന്ന് ഒരു പരാതി നൽകി. പോലീസ് പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം നവംബർ മാസം 16 അശോക് രാജിന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു. ആ കത്തിൽ അശോക് പറഞ്ഞിരുന്നത് തനിക്ക് പുരുഷത്വമില്ലായ്മയുണ്ടെന്നും അതിനായി താൻ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അത് ഭേദമായില്ല. കൂടാതെ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാതാകുന്നു. അതിനാൽ ഈ ലോകത്ത് താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ താൻ മരിച്ചാലും അതോർത്ത് ആരും വിഷമിക്കണ്ട എന്നെഴുതിയിരുന്നു. ഈ ഒരു കത്ത് വായിച്ചപ്പോൾ അശോകന്റെ മുത്തശ്ശി തന്നെ മുഴുവനായി ഞെട്ടി. അടുത്ത നിമിഷം ആ കത്ത് അവർ പോലീസിന് നൽകി. പോലീസും അവന്റെ മുത്തശ്ശിയോട് അന്വേഷണത്തിനാവശ്യമായ പല കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. അതിലൊന്നായിരുന്നു അവൻ ആരിൽ നിന്നാണ് ചികിത്സ എടുത്തുകൊണ്ടിരുന്നത് എന്ന്. സിദ്ധ ഡോക്ടർ കേശവമൂർത്തിയിൽ നിന്നാണ് അവൻ ചികിത്സ എടുത്തിരുന്നത് എന്ന് പോലീസിനോട് പറഞ്ഞു. ഇങ്ങനെ ഈ കത്ത് കിട്ടിയതിനു ശേഷം അശോകിനെ കാണാതാകുന്നതിന് മുൻപ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം എവിടെയെല്ലാം പോയി എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചപ്പോൾ അശോക് ചോളപുരത്തെ കീഴവേദി എന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ അങ്ങനെ പോയയാൾ തിരികെ വന്നതുപോലുള്ള യാതൊരു ഫുട്ടേജും ലഭിച്ചില്ല. കൂടാതെ അവന്റെ ബൈക്കും അവിടെയുള്ള ഒരു പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്നു. ഈ സിദ്ധ ഡോക്ടർ കേശവമൂർത്തിയുടെ വീടും ഈ കീഴവേദിയിലായതിനാൽ പോലീസ് ഉടൻ തന്നെ ആ ഡോക്ടറുടെ വീട്ടിലെത്തി അന്വേഷിച്ചു. കേശവമൂർത്തി പറഞ്ഞത് 13 അശോക് തന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. തനിക്ക് പുരുഷത്വമില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലോകത്തെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. അങ്ങനെ തഞ്ചാവൂരിൽ പോയി ഒരു ഡോക്ടറെ കാണാൻ ഞാൻ അയാളെ ഉപദേശിച്ചു. ഇതാണ് സംഭവിച്ചത് എന്ന് ഈ സിദ്ധ ഡോക്ടർ പറഞ്ഞു. പക്ഷേ പോലീസിന് അയാൾ പറഞ്ഞതിൽ എന്തോ ഒരു സംശയം തോന്നി. പോലീസിനും അങ്ങനെ ഒരു കഴിവുണ്ട്. പോലീസിന്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അവരുടെ മറുപടിയിലൂടെ തന്നെ, അവരുടെ മുഖഭാവവും അവരുടെ സംസാരത്തിലുള്ള വിറയലും വെച്ച് പോലീസിനെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അങ്ങനെയുള്ള പോലീസിനെ പോലും പറ്റിക്കുന്ന വിദഗ്ധരുണ്ട്. എന്നാൽ ഇവിടെ സിദ്ധവൈദ്യർ പറഞ്ഞ മറുപടിയിൽ നിന്നും പോലീസിന് ഒരു സംശയം തോന്നി. അശോകന്റെ വീട്ടിൽ വന്ന ആ ഒരു കത്തും അവരുടെ ആ സംശയം ഉറപ്പിച്ചു. കാരണം അത് അവന്റെ കൈയക്ഷരമല്ല എന്ന് അവന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഈ സമയം പോലീസ് കേശവമൂർത്തിയെ മർദ്ദിച്ച് അവരുടേതായ ശൈലിയിൽ അവനോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. കേശവമൂർത്തിയും ഇപ്പോൾ സത്യം ഓരോന്നായി പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവന്റെ മൊഴി കേട്ട് പോലീസിന് വിശ്വാസം വന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവനും ഞെട്ടിവിറച്ചു. കൃഷ്ണമൂർത്തി ഒരു കൽപ്പണിക്കാരനായിരുന്നു. എന്നാൽ വിവാഹശേഷം അവർക്ക് കുട്ടികളില്ലാത്തതിനാൽ ഭാര്യ അവനെ ഉപേക്ഷിച്ചു. അയാൾ വീണ്ടും വിവാഹം കഴിച്ചു.
എന്നാൽ ഇത്തവണയും കുട്ടികളില്ല. അതിനാൽ രണ്ടാമത്തെ ഭാര്യയും അവനെ ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ ചെന്നൈയിൽ ഒരു സിദ്ധ ഡോക്ടറിൽ നിന്നും ഈ പുരുഷത്വമില്ലായ്മയ്ക്ക് വേണ്ടിയുള്ള ചികിത്സ എടുത്തു. അങ്ങനെ അവൻ ആ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കൽപ്പണി ഉപേക്ഷിക്കുകയും ആ ഡോക്ടറുടെ പക്കൽ തന്നെ ഒരു ജോലിയിൽ അവൻ സ്ഥിരമായി. കൂടാതെ ഹെർബൽ ചെടികളിൽ നിന്നും മരുന്നുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അങ്ങനെ 5 വർഷം മുൻപ് ചെന്നൈയിൽ നിന്നും കുംഭകോണത്തേക്ക് വന്നു. അവിടെ വന്നപ്പോൾ സിദ്ധ വൈദ്യനാണെന്ന് പറഞ്ഞ് ഈ ബലഹീനതയുള്ളവരെ ചികിത്സിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവന്റെ ചികിത്സയിൽ ചിലർക്ക് ഭേദമാവുകയും ചെയ്തു. അങ്ങനെ അവനൊരു യഥാർത്ഥ സിദ്ധ വൈദ്യനാണെന്ന് വിശ്വസിച്ച് പലരും അവനിൽ നിന്നും ചികിത്സ എടുക്കാൻ വന്നു. അശോക് രാജും അവരിൽ ഒരാളായിരുന്നു. അശോക് രാജിന് ബലഹീനത ഉണ്ടായിരുന്നതിനാൽ പതിവായി ഈ സിദ്ധ ഡോക്ടറിൽ നിന്നും മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നവംബർ മാസം 13-ാം തീയതി അയാളിൽ നിന്നും മരുന്ന് വാങ്ങാനായി അശോക് രാജ് പോയി. അങ്ങനെ പോയപ്പോൾ കേശവമൂർത്തി അവനെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. പക്ഷേ അശോക് രാജ് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ശരി, ഓക്കെ എന്ന് പറഞ്ഞ കേശവമൂർത്തി സ്ഥിരം അവന് നൽകുന്ന മരുന്നിന് പകരം പുതിയ ഒരു മരുന്ന് നൽകി. ഇത് വളരെ പവർഫുള്ളായ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് ആയിരുന്നു. ടാബ്ലറ്റ് കഴിച്ച കുറച്ചു മിനിറ്റിൽ തന്നെ അയാൾ ബോധരഹിതനായി. ഇങ്ങനെ കേശവമൂർത്തി അവനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവന്റെ ആഗ്രഹങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് കേശവമൂർത്തി ഒരു കാര്യം മനസ്സിലാക്കിയത്. അശോക് രാജിന് ബോധം നഷ്ടപ്പെട്ടതല്ല, അയാൾ കൊടുത്ത മരുന്നിന്റെ ശക്തി കാരണം അശോക് രാജ് മരിച്ചുവെന്ന്. കേശവമൂർത്തി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞ് പോലീസിൽ കീഴടങ്ങുന്നതിനു പകരം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നയാൾ പദ്ധതിയിടാൻ തുടങ്ങി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആദ്യം അശോക് രാജിന്റെ മൃതദേഹം സംസ്കരിക്കണം. അതിനാൽ അവന്റെ വീട്ടിൽ തന്നെയുള്ള കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തലയും കൈയും കാലും ശരീരഭാഗങ്ങൾ ഓരോന്നായി വെട്ടിയെടുക്കാൻ തുടങ്ങി. വെട്ടിയെടുത്ത ശേഷം ആദ്യം തല വീടിന് പുറകുവശത്തുള്ള കുളിമുറിക്കടുത്ത് കുഴിച്ചിടുകയും അതിനുശേഷം ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ വീടിന് ചുറ്റുമുള്ള ഓരോ ഭാഗങ്ങളിലും കുഴിച്ചിടാൻ തുടങ്ങി. കൂടാതെ താൻ കൊടുത്ത ടാബ്ലറ്റ് കാരണമല്ല അയാൾ മരിച്ചത്. അശോക് നേരത്തെ തന്നെ നന്നായി മദ്യപിച്ചിരുന്നു. അതുകൊണ്ടാണ് താൻ കൊടുത്ത മരുന്നും കഴിച്ച് അങ്ങനെ അയാൾ മരിച്ചത് എന്ന് വളരെ നിസ്സാരമായി അയാൾ പോലീസിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട പോലീസ് ഉടൻ തന്നെ അയാളുടെ വീട്ടിലേക്ക് ഒരു JCB എത്തിച്ചു. വീടിന് ചുറ്റും കുഴിക്കാൻ തുടങ്ങി. ഓരോ സ്ഥലത്തു നിന്നും അവർക്ക് അശോകിന്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി ലഭിച്ചു. അവർ അതെല്ലാം എടുത്ത് മനുഷ്യരൂപത്തിലാക്കി. ആ ഫോട്ടോ വളരെ ഭയാനകമായി കാണപ്പെട്ടു. യഥാർത്ഥ ഫോട്ടോ നമുക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല. ഞാനത് നമ്മളുടെ ഒഫീഷ്യൽ ടെലഗ്രാമിലും വാട്സ്ആപ്പ് ചാനലിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് പരിശോധിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. ആ മൃതദേഹം പൂർണ്ണമായും ജീർണിച്ചിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടം സംഘത്തെ പോലീസ് അവിടെ വരുത്തിച്ചു. എന്നിട്ട് പോസ്റ്റ്മോർട്ടം അവിടെ തന്നെ ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. റിപ്പോർട്ട് കേട്ട പോലീസ് പോലും അമ്പരപ്പിച്ചു. കാരണം അവന്റെ ചില അവയവങ്ങളും ചർമ്മങ്ങളും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടിൽ പറഞ്ഞു. ഒരു പക്ഷെ കേശവമൂർത്തി നരബലി നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ ശരീരഭാഗങ്ങൾ ആർക്കെങ്കിലും വിൽക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഇങ്ങനെ സംശയിച്ച പോലീസ് വീണ്ടും കൃഷ്ണമൂർത്തിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ സമയം കേശവമൂർത്തി പറഞ്ഞത് കേട്ട് പോലീസിന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരാകെ ഞെട്ടിപ്പോയി. അശോകന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ്, അതായത് കുഴിച്ചിടുന്നതിന് മുൻപ് അവന്റെ തൊലി നീക്കം ചെയ്തിരുന്നു. കാരണം അത് പെട്ടെന്ന് ദ്രവിച്ചു പോകാനായി. എന്നാൽ മറ്റൊരു സോഴ്സിൽ പറയുന്നത് കേശവമൂർത്തി ത്വക്കും ചില ശരീരഭാഗങ്ങളും പാകം ചെയ്ത് കഴിച്ചുവെന്നും എല്ലുപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചുവെന്നും പറയുന്നു. അപ്പോ മറ്റവയവങ്ങൾ അവൻ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ അവന്റെ വീടിന് പിന്നിൽ ചില ഔഷധ സസ്യങ്ങൾ അവൻ നട്ടിരുന്നു. കൂടാതെ കഞ്ചാവും നട്ടുപിടിപ്പിച്ചു. ശരീരഭാഗങ്ങൾ ആ കഞ്ചാവിൽ കലർത്തി അതിൽ നിന്നും ഗുളിക തയ്യാറാക്കി എന്നുള്ള വിചിത്രമായ ഒരു കാര്യം അവൻ തന്നെ പോലീസിനോട് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കിയ ഗുളികകൾ അവൻ ചില യുവാക്കൾക്ക് നൽകും. ആ മരുന്ന് കഴിച്ച് അഡിക്റ്റായ യുവാക്കൾ അത് വീണ്ടും വാങ്ങാനായി തന്റെ അടുക്കലേക്ക് വരുമ്പോൾ താനുമായി ഒരു ലൈംഗിക ബന്ധത്തിൽ അവരെ ഏർപ്പെടുത്തി. ഈ സമയത്താണ് പോലീസിന് മറ്റൊരു സംശയം വന്നത്. അശോകിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ അതേ സ്ഥലത്ത് അവന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല, മറ്റു ചില മനുഷ്യ അസ്ഥികളും നായ്ക്കളുടെ എല്ലുകളും പല്ലുകളും അതോടൊപ്പം ധാരാളം ഗുളികകളും അവർ കണ്ടെത്തി. അതിനാൽ ഇവൻ ഇതിനു മുൻപ് തന്നെ കൊലപാതകം ചെയ്തിട്ടുണ്ടാകാം എന്ന് പോലീസ് കരുതി. കാരണം ഉറക്ക ഗുളിക കഴിച്ച് അശോക് മരിച്ചു എന്നറിഞ്ഞ ഉടനെ അവനെ അപ്പൊ തന്നെ ഡിസ്പോസ് ചെയ്യണമെന്ന് അയാൾ ചിന്തിച്ചതുകൊണ്ട് അയാൾക്ക് ഇതിനു മുൻപ് ഇത് ചെയ്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നിരിക്കാം എന്ന് പോലീസ് കരുതി. പോലീസ് കരുതിയതും തെറ്റായില്ല. 2021 ഇതേ ചോളപുരത്ത് മുഹമ്മദ് അനാസ് എന്നയാളെ കാണാതായിരുന്നു. ഈ അനാസും കേശവമൂർത്തിയും സുഹൃത്തുക്കളാണെന്നും പോലീസ് കണ്ടെത്തി. അങ്ങനെ അനാസിനെ കുറിച്ച് കേശവമൂർത്തിയോട് ചോദിച്ചപ്പോൾ അനാസിനെയും ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വീണ്ടും അവൻ പോലീസിനോട് പറഞ്ഞു. അപ്പോ അനാസിനെ എന്തിനാണ് നീ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ അശോക് മദ്യപിച്ചത് കൊണ്ടാണ്
ഈ ടാബ്ലറ്റിന്റെ ശക്തി വർദ്ധിച്ച് അവൻ മരിച്ചത് എന്ന് കേശവമൂർത്തി പറഞ്ഞു. പക്ഷെ ഇപ്പോ അവന്റെ മൊഴി മാറ്റി പറയാൻ തുടങ്ങി. ആ രണ്ടുപേരും, അനാസും അശോക് രാജും, ഇവ രണ്ടുപേരും ഇയാളോട് കാമുകന്മാരെ പോലെയാണ് പെരുമാറിയത്. എന്നാൽ പെട്ടെന്ന് അവർ മറ്റു പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് തന്നോട് പറഞ്ഞു. അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെ കൊന്നുവെന്നും പറഞ്ഞു. കൂടാതെ അശോക് ഒരു കത്തെഴുതിയതുപോലെ അവന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നല്ലോ, അതും കൃഷ്ണമൂർത്തിയാണ് എഴുതിയത് എന്ന് അവൻ സമ്മതിച്ചു. പോലീസ് അവന്റെ വീട് പരിശോധിച്ചപ്പോൾ വീട്ടിൽ നിന്നും ആടിനെ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി, ഡോക്ടേഴ്സിന്റെ സർജിക്കൽ കത്തി, ഡയറി എന്നിവ കണ്ടെത്തി. ആ ഡയറിയിൽ ആകെ 109 പേരുകൾ ഉണ്ടായിരുന്നു. ഈ 109 പേരുടെയും വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അവിടെ നിന്നും ലഭിച്ച എല്ലുകളും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ 109 പേരെയും അയാൾ കൊന്നിരിക്കാം എന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ സത്യം അറിയാൻ സാധിക്കൂ. പ്രദേശവാസികൾ കേശവമൂർത്തിയെക്കുറിച്ച് പറഞ്ഞത്, അയാൾ സ്ത്രീകളോട് സംസാരിക്കാറില്ല, ആണുങ്ങളോട് മാത്രം സംസാരിക്കും. അവന്റെ കേസ് അന്വേഷണത്തിന് ചില രാഷ്ട്രീയ പ്രവർത്തകർ തടസ്സം സൃഷ്ടിച്ചിരുന്നു. കൃഷ്ണമൂർത്തി ഇപ്പോ തിരിച്ച് സെൻട്രൽ ജയിലിലാണുള്ളത്. ഇപ്പോഴും ഈ ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൃഷ്ണമൂർത്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ ഇങ്ങനെ ചിലർ ഉണ്ടായേക്കാം. അവരിൽ നിന്നെല്ലാം നിങ്ങൾ സുരക്ഷിതരായിരിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.